ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, ഹല്ലേലൂയ മറനാഥാ, ഹല്ലേലൂയ മറനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 44-ാം തിരുലിഖിതം. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാൽ അല്ലാതെ ആർക്കും എൻ്റെ അരികിലേക്ക് വരാൻ സാധിക്കുകയില്ല എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ അത്യുന്നത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് അലസത ഉപേക്ഷിക്കുക എന്നതിനെക്കുറിച്ചാണ്. സഭാപ്രസംഗകന്റെ പുസ്തകം 9-ാം അധ്യായം 10-ാം തിരുലിഖിതം. ചെയ്യാനുള്ളത് സർവശക്തിയോടും കൂടെ ചെയ്യുവീൻ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 21-ാം തിരുലിഖിതം. എൻ്റെ അരികിൽ വരാൻ ഞാൻ അവനെ അനുവദിക്കും, അപ്പോൾ അവൻ എൻ്റെ അടുക്കൽ വരും. അല്ലാതെ എൻ്റെ അങ്കണത്തിൽ കാലുകുത്താൻ നിങ്ങളിൽ ആർക്കാണ് ധൈര്യമുണ്ടാവുക? ഇതാ ദൈവം എന്നെയും നിങ്ങളെയും തൊട്ടനുഗ്രഹിച്ചിരിക്കുന്ന നിമിഷങ്ങളാണിത്. ദൈവപുത്രൻ്റെ സ്വരം കേൾക്കാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതാ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഒരുപാട് എളിമയോടുകൂടെ, ഓ ദൈവമേ, എൻ്റെ ഹൃദയത്തിലും എൻ്റെ മനസ്സിലും എൻ്റെ ചിന്താമണ്ഡലങ്ങളിലും എൻ്റെ സ്വഭാവ മേഖലകളിലും ദൈവവചനത്തോട് മല്ലടിക്കുന്ന അന്ധകാരത്തിന് ദുർപീഡകളെ അവിടുന്ന് ഇപ്പോൾ ദൂരെ അകറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമായ കർത്താവിൻ്റെ അത്ഭുത ശക്തി മിന്നൽ പിണറുകൾ പോലെ വ്യാപരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് കുടുംബങ്ങളിൽ ഇപ്പോൾ ദൈവമക്കൾ ഇരുന്ന് കരയുകയും വിലപിക്കുകയും നിലവിളിക്കുകയും യേശുവിനെ ആരാധിക്കുകയും യേശു നാമത്തെ ഉച്ചത്തിൽ വിളിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ ഇടിമിന്നൽ പോലെ ദൈവശക്തി വ്യാപരിക്കട്ടെ. കുടുംബങ്ങളിൽ നിന്ന്, സമൂഹങ്ങളിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന്, കെട്ടിടങ്ങളിൽ നിന്ന്, വാഹനങ്ങളിൽ നിന്ന് ഓരോ തിന്മകളും അതിന്റെ അരൂപികളും യേശുനാമത്തിൽ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. ലോകത്തിൻ ബന്ധനമെല്ലാം യേശുവിൻ നാമത്തിൽ തകരട്ടെ. ലോകത്തിൻ ബന്ധനമെല്ലാം യേശുവിൻ നാമത്തിൽ തകരട്ടെ. നാദാദിനാഥന മിശിഹാനാഥ, നിൻ നാമം ഭൂവിലെങ്ങും നിറയട്ടെ. നാദാദിനാഥന മിശിഹാനാഥ, നിൻ നാമം ഭൂവിലെങ്ങും നിറയട്ടെ. മധ്യാസത്തിയും യേശുവിൻ നാമത്തിൽ തകരട്ടെ. വിട്ടുമാറി പോകട്ടെ. മധ്യാസത്തിയും യേശുവിൻ നാമത്തിൽ തകരട്ടെ. നാദാദിനാഥന മിശിഹാനാഥ, നിൻ നാമം ഭൂവിലെങ്ങും നിറയട്ടെ. നാദാദിനാഥന മിശിഹാനാഥ, നിൻ നാമം ഭൂവിലെങ്ങും നിറയട്ടെ. അലസ സ്വഭാവവും ഞാനെന്ന ഭാവവും യേശുവിൻ നാമത്തിൽ തകരട്ടെ. സ്വഭാവവും ഞാനെന്ന ഭാവവും യേശുവിൻ നാമത്തിൽ തകരട്ടെ. നാദാദിനാഥന മിശിഹാനാഥ, നിൻ നാമം ഭൂവിലെങ്ങും നിറയട്ടെ. നാദാദിനാഥന മിശിഹാനാഥ, നിൻ നാമം ഭൂവിലെങ്ങും നിറയട്ടെ. നിൻ നാമം ഭൂവിലെങ്ങും നിറയട്ടെ. കരങ്ങൾ ഉയർത്തി
എല്ലാ ദൈവമക്കളും രണ്ട് കൈകൾ ഉയർത്തിയപ്പോൾ യേശുവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, അങ്ങയുടെ നാമത്തിന്റെ അത്ഭുത ശക്തിയാൽ ഈ കുടുംബങ്ങളിൽ നിന്ന് അലസത, ക്ഷീണം, മടുപ്പ്, മന്ദത, മരവിപ്പ്, എതിർചിന്ത, ദൈവനിഷേധം, നിരീശ്വര ചിന്ത, ഭക്തിരാഹിത്യം, വിശ്വാസക്കുറവ്, മല്ലടിക്കുന്ന പ്രകൃതം, അനുസരണക്കേട്, താന്തോന്നിത്വം, ഏകാധിപത്യ സ്വഭാവം, വിമത സ്വഭാവം യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. അങ്ങയുടെ അത്ഭുതപരമായ ആത്മാവ് നിറയട്ടെ, ദൈവവചനത്തിന്റെ അഭിഷേകം നിറയട്ടെ, വിശുദ്ധിയുടെ അഭിഷേകം നിറയട്ടെ, ദൈവഭക്തിയുടെ അഭിഷേകം നിറയട്ടെ, ദൈവവിചാരം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ. സഭാപ്രസംഗകന്റെ പുസ്തകം 9-ാം അധ്യായം 10-ാം തിരുലിഖിതം. ചെയ്യാനുള്ളത് സർവശക്തിയോടും കൂടെ ചെയ്യുക. ഇന്ന് ലോകത്തിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ജീവിത രീതിയാണ് അലസ സ്വഭാവം നിറഞ്ഞ ജീവിത രീതി. കുട്ടികൾ സ്കൂളിൽ പോകുന്നു, എന്നാൽ അലസത പെരുകുന്നു. ജോലിക്കാർ ഓഫീസിലേക്ക് പോകുന്നു, എന്നാൽ അലസത പെരുകുകയാണ്. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് അത് മലയാളികളുടെ ഇടയിൽ കൂടുതൽ കട്ട പിടിക്കുന്നതായി ഞാൻ കാണുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്താണ് ഈ കാര്യത്തെക്കുറിച്ച് എനിക്കും നിങ്ങൾക്കും ജീവനും ജീവിതവും നൽകിയിരിക്കുന്ന ദൈവമായ കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. തെസലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 10-ാം തിരുലിഖിതം, ഞങ്ങൾ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കൽപ്പന നൽകി, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. ഞങ്ങൾ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ തന്നെ സ്ലീഹന്മാർ ശരീരത്തോടുകൂടെ ജീവിച്ച് ദൈവജനത്തിനിടയിൽ വസിച്ചിരുന്നപ്പോൾ തന്നെ ഒരു കൽപ്പന നൽകിയിട്ടുണ്ട്, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. അത്രമാത്രം സ്ഥാനം ദൈവവചനം കൊടുക്കുന്ന ഒരു ജീവിത രീതിയാണ് കഠിന പ്രയത്നം ചെയ്തുള്ള ജീവിത രീതി, അധ്വാനിക്കുന്ന ജീവിത രീതി. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രാർത്ഥനയിലേക്കും ആത്മീയതയിലേക്കും വരുന്ന നിരവധി വ്യക്തികളെ അലസത പിടികൂടുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒരു ദിവസം ഒരു സംഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. ഒരു കുടുംബം വന്ന് വലിയ കണ്ണുനീരോടും വിലാപത്തോടും കൂടെ അവരുടെ വേദന പങ്കുവെക്കുകയാണ്. അവരുടെ മൂത്ത മകൻ 10-ാം ക്ലാസ് പാസ്സായി, എന്നാൽ അന്ന് രാത്രി തന്നെ അവൻ ആത്മഹത്യ ചെയ്തു. എന്താണ് അതിൻ്റെ കാരണം? ആ കുടുംബത്തിലെ അപ്പനും അമ്മയും അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. 10-ാം ക്ലാസ്സിൽ റിസൾട്ട് അറിഞ്ഞ് വീട്ടിലേക്ക് എത്തി. പിന്നെ അന്ന് അവനൊരു മൂഡ് ഔട്ടായിട്ട് ഇരിക്കുകയാണ്. അവൻ ഒരു പേപ്പർ എടുക്കും, അവൻ്റെ നമ്പർ എഴുതും, 314 മാർക്ക് നേടും, ഒരു ചോദ്യ മാർക്കിടും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അത് ചുരുട്ടിക്കൂട്ടി ദൂരെ കളയും. വീണ്ടും അവൻ അടുത്ത പേപ്പർ എടുക്കും, അവൻ്റെ നമ്പർ എഴുതും, അവൻ്റെ 314 മാർക്ക് നേടും, വീണ്ടും ചുരുട്ടിക്കൂട്ടി അവൻ അത് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടും. അങ്ങനെ പലതവണ ചെയ്തു. അവൻ്റെ അപ്പൻ അവനോട് പറഞ്ഞു, മോനെ സാരമില്ല, നീ ജയിച്ചല്ലോ, മാർക്ക് ഇത്തിരി കുറഞ്ഞെന്നല്ലേ ഉള്ളൂ, സാരമില്ല, നമുക്ക് ഇഷ്ടം പോലെ സ്വത്ത് ദൈവം തന്നിട്ടുണ്ട്, നീ ഉള്ളത് നിൻ്റെ കഴിവുള്ളത് ഉപയോഗിച്ച് നീ പഠിച്ചാൽ മതി. അപ്പൻ അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നാൽ അവനത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവൻ ചോദിക്കുകയാണ്, അപ്പാ, നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ദൈവം നമ്മുടെ മാർക്ക് കുറച്ചത്? നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ, സന്ധ്യാപ്രാർത്ഥന ചെയ്യുന്നില്ലേ, പള്ളിയിൽ പോകുന്നില്ലേ, പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് മാർക്ക് കുറഞ്ഞത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് വൈകിട്ട് പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്. അമ്മ പ്രാർത്ഥനാ ഗ്രൂപ്പിന് പോയി. അടുത്ത വീട്ടിൽ വാർഡ് യോഗം നടക്കുകയാണ്. ആ ഫാമിലി യൂണിറ്റിൻ്റെ മീറ്റിങ്ങിന് പോയി. ആ മീറ്റിംഗ് കഴിഞ്ഞ് മഴ പെയ്തപ്പോൾ അമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി അപ്പൻ ആ വാർഡ് മീറ്റിംഗ് നടക്കുന്ന വീട്ടിലേക്ക് ചെന്നു. അമ്മയെ കൂട്ടിക്കൊണ്ട് വരുന്ന സമയം ഒരു മണിക്കൂർ സമയം എടുത്തിട്ടുണ്ടാവും. ഈ സമയത്തിനുള്ളിൽ അവർ തിരിച്ചു വന്നപ്പോൾ അവരുടെ ഈ മകൻ ഇതാ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കിടക്കുന്ന കാഴ്ചയാണ് അവർ വന്നപ്പോൾ കണ്ടത്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ വിഷയം കേട്ടപ്പോൾ, ഞാൻ ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഞാൻ ആഴത്തിൽ ചിന്തിച്ചൊരു സംഗതിയുണ്ട്. എന്താണ് അവനെ ഇതുപോലെ ഒരു അകൃത്യത്തിന് പ്രേരിപ്പിച്ചത്? ദൈവവചന പരിജ്ഞാനമില്ലായ്മ തന്നെ. എന്താ കാരണം? അവൻ ചിന്തിക്കുകയാണ്, എന്തുകൊണ്ടാണ് ദൈവം എനിക്ക് മാർക്ക് തരാതിരുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും പള്ളിയിൽ പോകുന്നുണ്ട്, ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന കാരണം കൊണ്ട് ഞാനും നിങ്ങൾ ഇടപെടുന്ന എല്ലാ കാര്യങ്ങളിലും എന്നെയും നിങ്ങളെയും ഒന്നാം സ്ഥാനത്തേക്ക് കൊണ്ടുവരണം നിർബന്ധമില്ല. എന്നോട് നിങ്ങളോട് ഈ ജീവിക്കുന്ന ദൈവമായ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളൊരു സംഗതിയുണ്ട്. ഞാനും നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം. അത് തന്നെ. ചുമ്മാ പഠിക്കാതെ ക്രിക്കറ്റും കളിച്ച് നടന്നിട്ട്, ചുമ്മാ പഠിക്കാതെ ടി വിയും കണ്ട് ടി വി വരാന്ന് കളിച്ചുറവായിട്ട് നടന്നിട്ട് അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടിയിട്ട് അവസാനം പരീക്ഷ എടുക്കുമ്പം എവിടെയെങ്കിലും 2 മെഴുകുതിരി വാങ്ങി പള്ളി കൊണ്ട് കത്തിച്ച് 2 കൊന്തയും ചൊല്ലി അവിടെ ഇവിടെയും 1-2 പള്ളികളിലോ തീർത്ഥാടന കേന്ദ്രങ്ങളോ പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴേക്കും പിന്നെ കൊട്ടക്കണക്കിന് മാർക്ക് ഇങ്ങോട്ട് കിട്ടണം. ഇത് എവിടുത്തെ നിയമമാ? അധ്വാനിക്കണം, പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, ജോലി ചെയ്യേണ്ട സമയത്ത് ജോലി ചെയ്യണം. ഇതും ദൈവവചനം കൽപ്പിച്ചിരിക്കുന്ന സംഗതി തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അതുകൊണ്ട് ദൈവവചനം സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായം 10-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, എങ്ങനെയെങ്കിലും നീ പഠിച്ചാൽ പോരാ, എങ്ങനെയെങ്കിലും നീ ഓഫീസിൽ പോയി ജോലി ചെയ്താൽ പോരാ, എങ്ങനെയെങ്കിലും നിന്റെ കൃഷിയിടത്ത് നീ എന്തെങ്കിലും തട്ടിക്കൂട്ടി കാട്ടിക്കൂട്ടിയാൽ പോരാ. നീ ഓഫീസിൽ പോകുമ്പോൾ, നീ കൃഷിയിടത്തിലേക്ക് പോകുമ്പോൾ, നീ ഫാക്ടറിയിലേക്ക് പോകുമ്പോൾ, നിന്നെ എവിടെയാണോ നിന്റെ ദൈവമായ കർത്താവ് ജോലിക്ക് നിയോഗിച്ചിരിക്കുന്നത് അവിടെ നീ നന്നായി പണിയെടുക്കണം. സഭാപ്രസംഗൻ 9:10 ചെയ്യാനുള്ളത് സർവശക്തിയോടും കൂടെ ചെയ്യുക, അവിടെ നിനക്ക് ഉയർച്ചയുണ്ട്. സഭാപ്രസംഗന്റെ പുസ്തകം 10-ാം അധ്യായം 18-ാം വാക്യം വചനം പഠിപ്പിക്കുകയാണ്, വീട്ടുടമസ്ഥൻ അശ്രദ്ധനായാൽ പുര ചോരും, അവൻ അലസനായാൽ മേൽക്കൂര ഇടിഞ്ഞു വീഴും. നീ ഒരു തൊഴിൽ ഫാക്ടറിയുടെ ഓണറോ ഒരു ബിസിനസ് നിങ്ങൾ നടത്തുന്ന വ്യക്തിയോ ആയിരിക്കട്ടെ, അല്ലെങ്കിൽ നീ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് നിൽക്കുന്നൊരു വ്യക്തിയാകട്ടെ, നീ ഒരു ഡ്രൈവറോ നീ ഒരു കൃഷിക്കാരനോ ആരുമാകട്ടെ, ഏത് ജോലിയും ദൈവസന്നിധിയിൽ വിലയുള്ളതാണ്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ. ഏത് ജോലിക്ക് വിലയുണ്ട്. എന്നോടോ നിങ്ങളോട് ഇന്ന ജോലി ചെയ്യണം, ഇന്ന ജോലിക്ക് വിലയുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. എന്നോട് നിങ്ങൾ വചനം കൽപ്പിച്ചിരിക്കുന്നത് എന്താണ്? ചെയ്യാൻ കിട്ടുന്ന ജോലി എന്താണോ അത് സർവ്വശക്തിയോടും കൂടി ചെയ്യുക. മുടിവട്ടം കിട്ടുന്ന ജോലിയാണോ, അടിച്ചു വാരാൻ കിട്ടുന്ന ജോലിയാണോ, വണ്ടി ടയർ മാറ്റാൻ കിട്ടുന്ന ജോലിയാണോ, എന്ത് ജോലിയായാലും അത് ദൈവസന്നിധി വിലയുള്ളതാണ്, ശ്രേഷ്ഠതയുള്ളതാണ്. നീ അത് വലിയ അഭിമാനത്തോടെ സർവ്വശക്തിയോടും കൂടെ ചെയ്യണം. ഞാനൊരു സംഭവം ഓർക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സിഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഇതാ 2 നല്ല ഉദ്യോഗസ്ഥന്മാരെ പോലെ 2 പേര് സിഗിയോൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നിരിക്കുകയാണ്. അവരൊരു കാറിലാണ് വന്നിരിക്കുന്നത്. നല്ലൊരു സൂട്ട് കേസ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ സിഗിയോൻ ധ്യാന കേന്ദ്രം എന്ന എളിയ ശുശ്രൂഷകർ വിചാരിച്ചു ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വല്ല ഉദ്യോഗസ്ഥന്മാരും ആയിരിക്കും എന്ന് വിചാരിച്ച് എന്നെ വിവരം അറിയിച്ചു. അച്ഛാ, കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നാണെന്ന് തോന്നുന്നു, 2 നല്ല ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടുണ്ട്, വേഗം വരാൻ പറഞ്ഞു. ഞാൻ വേഗം ഓടിച്ചെന്നു. ഞാൻ കണ്ടപ്പോൾ നല്ല ടിപ്പ് ടോപ്പായിട്ടുള്ള 2 പേരാണ്. എനിക്ക് അവരെക്കുറിച്ച് വലിയ മതിപ്പ് തോന്നി. ഞാൻ അവർക്ക് കൈ കൊടുത്തു, സ്വീകരിച്ചു, ഓഫീസിലിരുത്തി, സംസാരിച്ചു, സൂട്ട് കേസൊക്കെ അവർ നിലത്ത് വെച്ചു, കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഒരു അഭിമാനത്തോടെ ഒരു കാര്യം കേട്ടത്. അവർ പറയുകയാണ്, സിഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ അടുപ്പുണ്ടാക്കണമെന്ന് പറഞ്ഞ് ആൽവ സെറ്റിൽമെൻറ്റ് അടുപ്പ് നിർമ്മാണ ആ തൊഴിലാളികളുടെ കൂട്ടായ്മയിലേക്ക് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് അടുപ്പുണ്ടാക്കാൻ വന്നിരിക്കുന്ന 2 പേരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ടിപ്പ് ടോപ്പായ 2 ആളുകൾ. നല്ല അഭിമാനത്തോടെ നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് നല്ല അഭിമാനത്തോടെ വന്നിരിക്കുകയാണ്. അവർ ചോദിച്ചു, സൂട്ട് കേസൊക്കെ വെച്ചു, അച്ഛാ എവിടെയാണ് അടുപ്പുണ്ടാക്കേണ്ടത്? ഞങ്ങൾ അടുപ്പുണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എനിക്കേതായാലും സന്തോഷം തോന്നി. അടുക്കളയിലേക്ക് ഞാൻ കൊണ്ടുപോയി അടുപ്പുണ്ടാക്കുന്ന സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്തു. അവർ ആ സൂട്ട് കേസ് തുറന്നു. ഞാൻ നോക്കുമ്പോൾ സിമെൻറ്റ് കുഴയ്ക്കാനുള്ള കൊലശേഖരവും ആ വെട്ടുകത്തി മണ്ണ് വെട്ടാനുള്ള ആയുധങ്ങളും സിമെൻറ്റ് കുത്താനുള്ള ആയുധങ്ങളും അങ്ങനെയുള്ള ആയുധങ്ങളാണ് ആ സൂട്ട് കേസ് ഇരിക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ അവർ പെട്ടെന്ന് ഡ്രസ്സ് മാറ്റി പണിയാനുള്ള ഡ്രസ്സ് ഇട്ടു, ചത്ത് പണിയെടുത്ത് രാവിലെ തുടങ്ങി വൈകുന്നേരം ആയപ്പോഴത്തേന് 10 പേരുടെ പണി ഈ 2 പേര് പണി തീർത്ത് കൈ തന്നിട്ട് അവർ അതിൻ്റെ ശമ്പളവും വാങ്ങി അവർ യാത്രയായി. തിരിച്ച് സ്വന്തം കാറിൽ നല്ല ടിപ്പ് ടോപ്പ് ഉദ്യോഗസ്ഥന്മാർ പോണതുപോലെ ഇതാ തിരിച്ചവർ പോവുകയാണ്. എനിക്ക് അവരെക്കുറിച്ച് വലിയ മതിപ്പ് തോന്നി.
കാര്യം അടുപ്പ് പണിയുന്ന ആളുകളാണെങ്കിലും മണ്ണ് വെട്ടുന്ന ആളുകളാണെങ്കിലും ശരി, അവർ എത്ര അഭിമാനത്തോടെയാണ് ആ ജോലി ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുന്നു, നല്ല സ്വന്തം ജോലിയെക്കുറിച്ച് അഭിമാനത്തോടെ വരുന്നു. പണിയെടുക്കുമ്പോൾ ഒരു സെക്കൻഡ് വിശ്രമിക്കാതെ തലകുത്തി മറിഞ്ഞ് അവർ പണിയെടുക്കുന്നു. അതിനുശേഷം അതിന് ശമ്പളം വാങ്ങി നല്ല നിലയിൽ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കടന്നു പോകുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം അത് 24-ാം വാക്യം പഠിപ്പിക്കുകയാണ്. സ്ഥിരോത്സാഹിയുടെ കരം ഭരണം നടത്തും, അലസന്മാർ അടിമവേല ചെയ്ത് നശിച്ചു പോകും. സ്ഥിരോത്സാഹിയുടെ കരം ഭരണം നടത്തും, അലസന്മാർ അടിമവേല ചെയ്യാൻ നിർബന്ധിക്കപ്പെടും. അലസതയും പിടിച്ച് എന്നാ ജോലി, ഇതൊക്കെ ജോലിയാണോ? മണ്ണ് വെട്ടുന്ന ജോലിയാണോ? അടുപ്പുണ്ടാക്കുന്ന ജോലിയാണോ? ഇതൊക്കെ ഒരു പണിയാണോ? എനിക്ക് വല്ല കമ്പ്യൂട്ടറും കിട്ടിയാൽ പണിയാം. അങ്ങനെ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ എൻ്റെ മകനെ, നിൻ്റെ ജീവിതത്തിൽ നീ ഐശ്വര്യം പ്രാപിക്കില്ല. നിൻ്റെ ജീവിതത്തിൽ ഐശ്വര്യം പ്രാപിക്കണമെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കുന്ന നിൻ്റെ ജീവിതത്തിൻ്റെ വിളി അനുസരിച്ച്, ദൈവവിളി അനുസരിച്ച് കിട്ടുന്ന ജോലി സർവ്വശക്തിയോടും കൂടെ നീ ചെയ്യണം. അഭിമാനത്തോടെ നീ ചെയ്യണം. എല്ലാ കഴിവും നീ അതിന് ഉപയോഗിക്കണം. നിന്റെ മനസ്സും നിന്റെ ഹൃദയവും നിന്റെ ആത്മാവും അതിൽ മുഴുകി അതിൽ ചത്ത് പണിയെടുക്കുമ്പോൾ നിന്റെ ദൈവം നിന്നെ അടിക്കടിയായിട്ട് ഉയർത്തും. കാര്യം മണ്ണ് വെട്ടുന്ന ജോലിയാണെങ്കിലും നീ വലിയ എസ്റ്റീം കാറിൽ വന്ന് ജോലി ചെയ്ത് പോകാൻ തക്കവണ്ണം നിന്റെ ദൈവം നിന്നെ ഉയർത്തും. വചനം പഠിപ്പിക്കുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം 24-ാം തിരുലിഖിതം. സ്ഥിരോത്സാഹിയുടെ കരം ഭരണം നടത്തും, അലസനായവൻ അടിമവേല ചെയ്യാൻ നിർബന്ധിക്കപ്പെടും. വീണ്ടും സുഭാഷിതങ്ങൾ 12-ാം അധ്യായം 27-ാം തിരുലിഖിതം. അലസന് തൻ്റെ ഇരയെ പിടികിട്ടുകയില്ല, സ്ഥിരോത്സാഹിക്ക് അമൂല്യമായ സമ്പത്ത് ലഭിക്കും. അവനെ ദൈവം ഉയർത്തിക്കൊണ്ടുപോകും. പരീക്ഷ അടുക്കുമ്പം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇന്റർവ്യൂ വരുമ്പം, അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പം 2 മെഴുകുതിരി കത്തിച്ചു എന്ന് വിചാരിച്ചു എല്ലാം കൂടെ സ്വർഗത്തിൽ നിന്ന് കിടികിടിയെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വീഴുമെന്ന് ധരിച്ചു വശാകണ്ട. ദൈവത്തിൻ്റെ വചനം ചില അടിസ്ഥാന കാര്യങ്ങൾ ഇതിനു വേണ്ടി എനിക്ക് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം 4-ാം തിരുലിഖിതം. എത്ര ആഗ്രഹിച്ചാലും അലസന് ഒന്നും കിട്ടുകയില്ല, സ്ഥിരോത്സാഹിക്ക് സമൃദ്ധമായി ലഭിക്കുന്നു. ഞാനും നിങ്ങളും അവനെ ഇവരെ നോക്കിയിട്ട് വെറുതെ അസൂയ പൂണ്ടിരുന്നിട്ട് വെറുതെ ജീവിതം പുണ്ണാക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവനെ ദൈവം അനുഗ്രഹിക്കുകയാണല്ലോ, ഇവളെ ദൈവം അനുഗ്രഹിക്കുകയാണല്ലോ, ഞാൻ മാത്രം ഇങ്ങനെ താന്നു പോയല്ലോ. വെറുതെ ചിന്തിച്ച് മനസ്സും ശരീരം പുണ്ണാക്കരുത്. എന്താണ് ഞാനും നിങ്ങളും ചെയ്യേണ്ടത്? സുഭാഷിതം 13:4 പഠിപ്പിക്കുകയാണ്. എത്ര ആഗ്രഹിച്ചാലും അലസന് ഒന്നും കിട്ടുന്നില്ല, സ്ഥിരോത്സാഹിക്ക് സമൃദ്ധമായി ലഭിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നെപ്പോളിയൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു ദിവസം ഫ്രാൻസിൽ നിന്ന് സ്വന്തം അമ്മയ്ക്ക് എഴുതുകയാണ്. അമ്മേ, ഞാൻ ആഴ്ചയിൽ 2 നേരം മാത്രമേ എൻ്റെ ഡ്രസ്സ് മാറുന്നുള്ളൂ. ഞാൻ ദിവസത്തിൽ കഷ്ടിച്ച് 2 മണിക്കൂർ മാത്രമേ ഉറങ്ങുന്നുള്ളൂ. ഞാൻ കഷ്ടിച്ച് 1 നേരം മാത്രമേ എന്തെങ്കിലും കഴിക്കുന്നുള്ളൂ. നോക്കുക, ആ മനുഷ്യൻ സ്ഥിരോത്സാഹത്തോടെ ദിശാബോധം അധ്വാനിക്കുകയാണ്. ഫ്രാൻസുകാരെന്ന് പറഞ്ഞാൽ ഒരു ദിവസം 4 തവണയെങ്കിലും ഡ്രസ്സ് മാറും. അതുപോലെ ഫാഷന് സ്ഥാനം കൊടുക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ നെപ്പോളിയൻ പറയുകയാണ്, ഞാൻ ഡ്രസ്സ് മാറാൻ സമയം കിട്ടുന്നില്ല, അതിനൊന്നല്ല എൻ്റെ ശ്രദ്ധ, എൻ്റെ ജീവിതത്തിൽ പഠിക്കണം, ഉയരണം, അതിനുവേണ്ടി ഞാൻ അധ്വാനിക്കുകയാണ്. ദിവസത്തിൽ കഷ്ടിച്ച് 2 മണിക്കൂർ മാത്രം ഞാൻ ഉറങ്ങും. ദിവസത്തിൽ കഷ്ടിച്ച് 1 നേരം മാത്രം ഞാൻ ഭക്ഷണം കഴിക്കും. ഞാൻ എൻ്റെ ദൗത്യത്തിൽ മുഴുകിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു കഠിനാധ്വാന ശീലം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അതുപോലെ അദ്ദേഹം ഉയർന്നു വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മീയ രംഗത്തുള്ളവരെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് ഭാരതത്തിലേക്ക് വന്നു. എന്താ അദ്ദേഹത്തിൻ്റെ ഇതിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അദ്ദേഹം ചത്ത് പണിയെടുത്ത് എല്ലാ മുക്കിലും മൂലം നടന്ന് സുവിശേഷം പ്രസംഗിക്കും. രാത്രിയാകുമ്പോൾ കാലെല്ലാം നീര് വെച്ച് പൊട്ടി ചോര ധാരധാര ഒഴുകുന്നുണ്ടാവും. ആ ധാരധാര ഒഴുകുന്ന ചോരയുള്ള കാല് വെച്ച് പിറ്റേ ദിവസം വീണ്ടും നടന്ന് സുവിശേഷം പ്രസംഗിക്കും. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തൻ്റെ ശരീരത്തിൽ വേദന സഹിച്ച് വേദന തിന്ന് അദ്ദേഹം നടന്ന് സുവിശേഷം പ്രസംഗിച്ച് ഈ ഭാരതത്തിൽ ഒരുപക്ഷെ മറ്റാരും ചെയ്തിട്ടില്ലാത്ത വിധം അനേക ലക്ഷക്കണക്കിന് ആളുകൾക്ക് മാമോദിസ കൊടുക്കാൻ തക്കവണ്ണം കർത്താവ് അദ്ദേഹത്തെ അനുഗ്രഹിച്ചില്ലേ? പ്രഭാഷകന്റെ പുസ്തകത്തിൽ 31-ാം അധ്യായം 22-ാം തിരുലിഖിതം. ഏത് ജോലിയും ഉത്സാഹപൂർവ്വം ചെയ്യുക. യേശു ഇതിനെക്കുറിച്ച് എന്താ പഠിപ്പിച്ചിരിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യം. യേശു അവരോട് പറഞ്ഞു,
എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മളിങ്ങനെ പോയാൽ പോരാ. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഓരോ മണിക്കൂറും ഓരോ മിനിറ്റുകളും ഓരോ സെക്കൻഡുകളും ഉണർവിൽ കഠിനാധ്വാനത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഒരു വിളി എനിക്ക് നിങ്ങൾക്കും ഉണ്ട്. നമുക്ക് ചാടി എഴുന്നേൽക്കാം. ഈ നിമിഷങ്ങളിൽ കരങ്ങൾ ഉയർത്തി അത്യുന്നത ദൈവത്തിൻ്റെ അഭിഷേകം നിറയാൻ വേണ്ടി ആഗ്രഹിക്കട്ടെ. ഓ ദൈവമേ, കാലങ്ങളായി ഓരോ കൂട്ടുകെട്ടുകളിലൂടെയും ഓരോ സാഹചര്യങ്ങളിലൂടെയും ജീവിതാനുഭവങ്ങളിലൂടെ വന്ന അലസത, തന്നിഷ്ടം, ഞാനെന്ന ഭാവം, ഏകാധിപത്യ സ്വഭാവം, അധ്വാനിക്കാൻ താല്പര്യമില്ലായ്മ, വിമുഖത, അലസത യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. ലോകത്തിൻ ബന്ധനമെല്ലാം യേശുവിൻ നാമത്തിൽ തകരട്ടെ. ലോകത്തിൻ ബന്ധനമെല്ലാം യേശുവിൻ നാമത്തിൽ തകരട്ടെ. നാഥനാ മിശിഹാനാഥ നാമം ഭൂവിലെങ്ങും നിറയെ. അത്ഭുത ശക്തി. നാഥനാ മിശിഹാനാഥ നിന്നാമം ഭൂവിലെങ്ങും നിറയെ. അലസ സ്വഭാവം ഞാനെന്ന ഭാവം യേശുവിൻ നാമത്തിൽ തകരട്ടെ. അലസ സ്വഭാവം ഞാനെന്ന ഭാവം യേശുവിൻ നാമത്തിൽ തകരട്ടെ. നാഥനാ മിശിഹാനാഥ നിന്നാമം ഭൂവിലെങ്ങും നിറയട്ടെ. നാഥനാ മിശിഹാനാഥ നിന്നാമം ഭൂവിലെങ്ങും നിറയട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ യേശുവിന്റെ നാമത്തെ വിളിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതകരമായ യേശുവിന്റെ നാമത്തിന്റെ അത്യത്ഭുത ശക്തി ഈ ദാസന്മാരുടെ മേൽ, ഈ ദാസിമാരുടെ മേൽ വ്യാപരിക്കട്ടെ. ഇവർ കഠിനാധ്വാനം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തടസ്സമായി നിൽക്കുന്ന ജഡികാസക്തി, മദ്യാസക്തി, സുഖലോലുപത, എല്ലാ അന്ധകാര ബന്ധനങ്ങളും യേശുനാമത്തിൽ ഇപ്പോൾ തകരട്ടെ. ജഡികാസക്തിയും ദുർമോഹങ്ങളും യേശുവിൻ നാമത്തിൽ തകരട്ടെ. ജഡികാസക്തിയും മദ്യാസക്തിയും യേശുവിൻ നാമത്തിൽ തകരട്ടെ. നാഥാതിനാഥനാ മിശിഹാനാഥ നാമം ഭൂവിലെങ്ങും നിറയട്ടെ. നാഥാതിനാഥനാ മിശിഹാനാഥ നിന്നാമം ഭൂവിലെങ്ങും നിറയട്ടെ. നിന്നാമം നസ്രയനായ യേശു ക്രിസ്തുവിന്റെ അത്യത്ഭുതമായ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ ഓരോ കുടുംബങ്ങളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും അലസതയുടെയും മദ്യാസക്തിയുടെയും ഉണർവില്ലായ്മയുടെയും ജഡിക സ്വഭാവത്തിന്റെയും താന്തോന്നിത്വത്തിന്റെയും വഷളത്വത്തിന്റെയും അരൂപികളും ശക്തികളും സ്വാധീനങ്ങളും വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ. സഭാപ്രസംഗത്തിന്റെ പുസ്തകം 9-ാം അധ്യായം 10-ാം തിരുലിഖിതം. ചെയ്യാനുള്ളത് സർവശക്തിയോടും കൂടെ ചെയ്യുവീൻ. ഹല്ലേലൂയ, മറനാഥ. Come, Lord Jesus. ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം തിരുലിഖിതം. പാപത്തിനടിമയായ ശരീരത്തിൽ ദൈവത്തിന്റെ ജ്ഞാനം വസിക്കുന്നില്ല. രണ്ട് കരങ്ങൾ യേശുവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. പ്രിയ മകനെ, മകളെ, പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ച് യേശുവിന്റെ നാമം വിളിച്ച് പാപമോചനത്തിന്റെ ആഗ്രഹിക്കുമെങ്കിൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിന്റെ ശക്തി എൻ്റെ നിങ്ങളുടെ ജീവിതത്തിന് മേൽ വ്യാപരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു, യേശുവേ, 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 യേശുവേ. കഴുകണമേ എൻ്റെ കൊടുപാപങ്ങൾ, നിൻ തിരുരക്തത്താൽ കഴുകണമേ, കഴുകണമേ, കഴുകണമേ പാപങ്ങൾ. യേശുവേ, എന്നെ കഴുകണമേ കർത്താവേ. കഴുകണമേ എൻ്റെ കൊടുപാപങ്ങൾ, കഴുകണമേ
പോകണമേ എൻ്റെ കൊടും പാപങ്ങൾ